രാമകൃഷ്ണന്മാരുടെ ബാലലീലകളാണ് തൃച്ചംബരം ഉത്സവത്തിന്റെ ഇതിവൃത്തം. കളിയിൽ ഹരം കയറിയ ജ്യേഷ്ഠാനുജന്മാരുടെ ശ്രദ്ധ മാറിയതോടെ ലോകത്ത് അരാജകത്വം വർദ്ധിച്ചു. ഇരുവരുടെയും ശ്രദ്ധ തിരിച്ച് കളി അവസാനിപ്പിക്കാൻ പാലമൃതന്റെ ശിരസിൽ ഒരു കുടം പാലുമായി ഇവരുടെ കളിസ്ഥലത്തേക്ക് പറഞ്ഞുവിട്ടു. ക്ഷേത്രത്തിലേക്കുള്ള പാൽപായസത്തിനുള്ള പാലെത്തിക്കുന്നയാളായിരുന്നു പാലമൃതൻ. നിറഞ്ഞു തുളുമ്പുന്ന പാൽക്കുടവുമായി വന്ന പാലമൃതനെ കണ്ട് മതിമറന്ന കുഞ്ഞികൃഷ്ണൻ ഇതിനു പിന്നാലെ ഓടിയെന്നാണ് ഐതിഹ്യം. ഈ സംഭവത്തിന്റെ പുനരാവിഷ്കാരമാണ് കൂടിപ്പിരിയൽ ചടങ്ങ്. ഉത്സവ സമാപന ദിവസമായ ബുധനാഴ്ച രാവിലെ മുതൽ ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിയിരുന്നു. വൈകിട്ട് 5-ന് ശേഷം ചാർത്തോടുകൂടിയ ബലിബിംബങ്ങൾ പുറത്തെഴുന്നള്ളിച്ചു. നിശ്ചിത പ്രദക്ഷിണം പൂർത്തിയാക്കി മോതിരം വച്ചുതൊഴൽ ചടങ്ങ് നടന്നു. സന്ധ്യയോടെ ജ്യേഷ്ഠാനുജന്മാർ പാൽ എഴുന്നള്ളിച്ചു വെക്കുന്ന തറക്കരികിലേക്ക് ഓടിയെത്തി. 7:30യോടെ പാലമൃതൻ പാൽക്കുടവും ശിരസിലേറ്റി ക്ഷേത്രത്തിലേക്ക് എത്തിയപ്പോൾ പുറകെ കൃഷ്ണഭഗവാനും ശ്രീലകത്തേക്ക് പുറപ്പെട്ടു. അനുജന്റെ വേർപിരിയലിനൊടുവിൽ ബലരാമൻ മഴൂരേക്ക് യാത്രയായി. കണ്ടു നിൽക്കുന്നവരുടെ പോലും മനസ്സിൽ വിഷമം ജനിപ്പിക്കുന്ന ബലഭദ്രസ്വാമിയുടെ മടക്കയാത്ര അടുത്ത ഉത്സവത്തിനായുള്ള കാത്തിരിപ്പിനു കൂടിയാണ് തുടക്കമിടുന്നത്. തളിപ്പറമ്പ് ദേശക്കാരുടെ ഒരു വർഷം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും തൃച്ചംബരം ഉത്സവത്തെ അടിസ്ഥാനമാക്കിയാണെന്ന ചൊല്ല് അനുവർത്ഥമാക്കുന്നത് കൂടിയാണ് ആ കാത്തിരിപ്പ്. സീ മലയാളം ന്യൂസ്, കണ്ണൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.